ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക, എന്തൊക്കെയാണ് നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു റീഡിങ് സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക. ഓക്കെ, കാർഡുകൾ ഷഫിൾ ചെയ്യുന്ന ടൈമിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ സിറ്റുവേഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിലൂടെ ഏതൊരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കുന്നു. അതുകൂടാതെ ഫ്യൂച്ചറിൽ ഇനി നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ, ഈ തുടങ്ങിയ മാറ്റങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യവും നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, ഫ്യൂച്ചറിൽ നിങ്ങളിലേക്ക് പേഴ്സൺ തിരികെ വരാനായിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ നമ്മളിപ്പോൾ നോക്കുന്നു, നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുന്നു. അതോടുകൂടി തന്നെ ഇനി ഫ്യൂച്ചറിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്ന ആ ഒരു സിറ്റുവേഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്യൂച്ചറിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്, ഈ കാര്യങ്ങൾ രണ്ടുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഓൾസോ ഇത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്ന ആ ഒരു സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫ്യൂച്ചറിലെ കാര്യമല്ല, ആദ്യം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ടായിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രതീക്ഷയോടും വളരെയധികം ആത്മാർത്ഥതയോടും ഒക്കെ കൂടിയാണ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യമൊന്നും നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളുടെ പേഴ്സണ് യാതൊരു വിധത്തിലുള്ള ഒരു ഇൻട്രസ്റ്റും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് മാത്രമായിരുന്നു ഇതൊരു ഭയങ്കരമായിട്ടും ഒരു സ്നേഹമുണ്ടായിരുന്നത് ഈ ഒരു വ്യക്തിയോട്. പിന്നീട് നിങ്ങളുടെ ഒരു അപ്രോച്ച് മൂലവും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ രണ്ടുപേരും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ജനുവനായിട്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. റിലേഷൻഷിപ്പിൻ്റെതായ എല്ലാ വിധത്തിലുള്ള സെലിബ്രേഷൻസ്, ഹാർമണീസും ഒക്കെ നിങ്ങൾ നടത്തിയിരുന്ന വ്യക്തികളും ആണ് എന്ന് കാണുന്നുണ്ട്. പിന്നീട് അവർക്ക് ആ ഒരു സമയത്ത് നിങ്ങളോട് ഒത്തിരി സ്നേഹം തന്നെയായിരുന്നു ആ ഒരു പേഴ്സണ്. എന്നാൽ പിന്നീട് എപ്പോഴോ ആ ഒരു വ്യക്തിക്ക് അവരുടെ ഒരു ഫാമിലിയുടെ കൂടുതൽ പ്രാധാന്യം അവർ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം. അപ്പോൾ എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ ഡിഫറെൻറ്റ് കാസ്റ്റിലുള്ളവരോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഡിഫറൻസ് ഉള്ള ആളുകളോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്ന് കാണുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് ഈ ഒരു വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റിയത് എന്നാണ് കാണുന്നത്. അതിൽ ഏതോ ഒരു കാര്യമാണ് അവരെ കൂടുതലായിട്ട് അകറ്റി മാറ്റിയത്. അവർ ഫാമിലിയുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫാമിലിക്ക്, അതായത് ഇപ്പം അവരുടെ ഫാദർ, മദർ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു ബ്രേക്കപ്പ് അല്ല, കാര്യം വ്യക്തമായി നിങ്ങളുടെ അടുത്ത് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് പോയി. ഓക്കെ, കാര്യങ്ങൾ പക്ഷേ ഒരു സൈലന്റ് ആയ രീതിയിലൊന്നും അല്ല പോയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് വ്യക്തമായി പറഞ്ഞതിന് ശേഷമാണ്
ഈ ഒരു വ്യക്തി പോയിരിക്കുന്നത്. ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നത്. അത് നിങ്ങളോടൊരു ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സ്നേഹമില്ലാത്തത് കൊണ്ടോ അല്ല എന്നുള്ള കാര്യം വ്യക്തമായി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഈ ഒരു ഡിഫറൻസ് നമ്മൾ തമ്മിലുണ്ട്, അല്ലെങ്കിൽ ഒരു കാസ്റ്റിന്റെ പ്രോബ്ലം ഉണ്ട്, എനിക്കിതിൽ നിൽക്കാനായിട്ട് വയ്യ, അല്ലെങ്കിൽ എൻ്റെ പേരൻസിനെ ഇട്ടിട്ട് നിങ്ങളുടെ കൂടെ വരാനായിട്ട് പറ്റില്ല, അങ്ങനെ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഉള്ള ആ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വ്യക്തി പോയിട്ടുള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണെങ്കിലും ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഒക്കെ നിങ്ങളെ വളരെയധികം, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളെ വളരെയധികം തളർത്തി കളഞ്ഞിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. നിങ്ങളുടെ ലൈഫ് തന്നെ പോയി, ഇനി ജീവിക്കണ്ട എന്ന് വരെ നിങ്ങൾ ചിന്തിച്ച സമയങ്ങൾ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്നുള്ളൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ജസ്റ്റ് ബ്രേക്കപ്പ് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ റെസിനേറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ എടുക്കുക. ഓക്കെ, ഇത് ഓരോ ഫേസുകളാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന റീഡിങ് കാണുന്ന ഫേസുകൾ. ഓക്കെ, അപ്പം ഒത്തിരി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളായിരുന്നു ആ ഒരു നോ കോണ്ടാക്ട്, ആ ഒരു പേഴ്സണുമായിട്ട് ഒരു ദിവസം പോലും സംസാരിക്കാതിരിക്കുക എന്നത് ആ ഒരു ടൈമിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പം കുറേ നാളുകൾ സംസാരിക്കാതിരിക്കാൻ, കാണാതിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അധികം വിഷമം വന്നു. അത് നിങ്ങൾക്ക് ഒരു ഡിപ്രഷനിലേക്ക് വരെ കൊണ്ടുവെത്തിച്ചു. ഇനിയൊരു ജീവിതം ഇല്ല എന്ന് വരെ ചിന്തിച്ച ആളുകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ല, ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വക ചിന്തകളൊക്കെ വരുന്നുണ്ടാകാം. ഇനി എനിക്കൊരു ലൈഫ് ഇല്ല എന്നുള്ള രീതിയിൽ വരെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബിൽഡ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകും. നിങ്ങൾ ആ തരത്തിലുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ ഒരു റീഡിങ് റെസനേറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇതൊക്കെ ഇവർ ഫേസ് ചെയ്ത് പോകും. ഇപ്പോഴത്തെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് കാണുന്നു. എന്നിട്ട് നിങ്ങളത് ഫേസ് ചെയ്ത് മുന്നോട്ട് വരും. സ്ട്രഗിൾസ് ഒക്കെ ഒത്തിരി ഉണ്ടാകും. വളരെ ഇതിപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ വാക്കിൽ നമ്മളിങ്ങനെ വളരെ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു പോകുന്ന പോലെയല്ല. ജീവിതത്തിൽ സ്ട്രഗിൾസ് വരുമ്പോൾ പല വശത്തു നിന്ന് വരും, പല രീതിയിൽ വരും. നമ്മളെ ശരിക്കും പിടിച്ച് ആട്ടി ഉലയ്ക്കുന്ന രീതിയിലുള്ള സ്ട്രഗിൾസുകൾ ഉണ്ടാകും. പിടിച്ചു നിൽക്കും, നിങ്ങൾ അവിടെ നിന്ന് കടന്നു വരും എന്ന് തന്നെയാണ് നമുക്ക് റീഡിങ് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വ്യക്തിയെ മറക്കാനായിട്ട് കഴിയില്ല. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും, ഒരു ഓർമ്മയിൽ അവരുണ്ടാകും. കാരണം നിങ്ങളുടെ ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് വന്ന ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് കാണുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളെ ഒരു ചീറ്റ് ചെയ്ത് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. മൂന്നാമതൊരു തേർഡ് പേഴ്സൺ ഇവിടെ ഇല്ല. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയുള്ള, അല്ലാതെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയതായിട്ടോ നിങ്ങളെ ചീറ്റ് ചെയ്ത് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നു, ഇപ്പം എന്നെ ചീറ്റ് ചെയ്ത് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയതായിരുന്നെങ്കിൽ അങ്ങനെ ഓർത്തെങ്കിലും സമാധാനിക്കായിരുന്നു എന്ന് വരെ ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ അവർ ചീറ്റ് ചെയ്ത് പോയതല്ല എന്നാണ് കാണുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചീറ്റിംഗ് എനർജിയോ ഒരു നെഗറ്റീവ് എനർജിയോ അങ്ങനത്തെ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ ഒരു സിറ്റുവേഷൻസ് കൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി എന്നതാണ് കാണുന്നത്. നിങ്ങൾക്കും നല്ലത് വരണം, അവർക്കും നല്ലത് വരണം എന്നുള്ള രീതിയിൽ അവർ മാറിപ്പോയതായിട്ടാണ് കാണുന്നത്. അത്തരത്തിലുള്ള എനർജിയാണ്. അല്ലാതെ നിങ്ങളോട് യാതൊരു വിധത്തിലുള്ള ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. ഇപ്പോഴും അവർ നിങ്ങളുടെ ഒരു വെൽവിഷർ തന്നെയാണ്. നിങ്ങൾ നല്ലതായി കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ ഒന്ന് എടുത്ത് നോക്കാം. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ഫേസിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചേരും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഒരു സ്ട്രഗിൾസ് ഒക്കെ തരണം ചെയ്ത് നിങ്ങളൊരു കാമായ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഒക്കെ വന്ന് നല്ലൊരു പക്വതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇനി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി തിരിച്ചു വരുമോ, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫ്യൂച്ചർ, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫ്യൂച്ചർ എങ്ങനെയാകും, റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താകും. ഓക്കെ,
ഓക്കെ. അപ്പം ഇതിൽ നമ്മൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ, നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയെ നമ്മളിവിടെ കാണുന്നുണ്ട്. ആ ഒരു പേഴ്സൺ ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം തന്നെയാണ് നിങ്ങളോട് ഉണ്ടായിരുന്നത്. അവർ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി എന്നാണ് കാണുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ പറയാം, ഒരു 50% ആളുകൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്നാണ് ഈ ഒരു 4 കാർഡുകളിലൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് നിങ്ങളിലേക്ക് എത്താനുള്ള വഴികളുണ്ട്. നിങ്ങൾ പറയുന്ന ഇപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാകാം, ഇന്നൊരു സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാനിത് വേണ്ട എന്ന് വെച്ച് പോകുന്നത് എന്ന് പറയാം. അവരെ കൺവിൻസ് ചെയ്യാനായിട്ടുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകാം. അത് നിങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കും എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്നിട്ട് നിങ്ങൾ അതിലൊരു ഗ്രോത്ത് ഉണ്ടാക്കി ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കും അവിടെ. അതിനുശേഷം ഈ ഒരു പേഴ്സണെ നിങ്ങൾ നേടിയെടുക്കും. ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു 50% ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ബാക്കി വരുന്ന 50% ആളുകൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അവർ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയി, അല്ലെങ്കിൽ വേറൊരു അവരുടെ ഫാമിലിയോട് കൂടെ ചേർന്നു അവർ അങ്ങനെ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ ഞങ്ങളുടെ കാര്യം എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഈ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തി ആരാണോ ആ ഒരു പേഴ്സന്റെ റിലേറ്റീവോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ കൊളീഗ്സോ അങ്ങനെ ആരോ ഒരു വ്യക്തി, ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളെ ഇപ്പോൾ ഉപേക്ഷിച്ച് പോയ ആ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആകാം, കൊളീഗ്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, അങ്ങനെ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം സ്നേഹം നിങ്ങളോടുണ്ട് ആ വ്യക്തിക്ക്. അത് ചിലപ്പോൾ ഇപ്പോഴും നിങ്ങൾ കോണ്ടാക്റ്റിലുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ ഉണ്ടായില്ല, നിങ്ങൾക്ക് ജസ്റ്റ് അറിയാവുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സ് ആയിരിക്കാം. ആര് തന്നെയായാലും ആ ഒരു പേഴ്സണ് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, ഒത്തിരി സ്നേഹമാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു പേഴ്സൺ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അത് ഒരു ആത്മാർത്ഥമായ ഒരു സ്നേഹം തന്നെയാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് കാണുന്നത്. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങളെ ഒത്തിരിയധികം അവർ സ്നേഹിക്കും. നിങ്ങളെ എത്തരത്തിലുള്ള ഒരു സ്നേഹമാണോ പ്രതീക്ഷിച്ചിരുന്നത്, അതേ രീതിയിലുള്ള ഒരു സ്നേഹം, അതേ ആത്മാർത്ഥതയോടെ ഉള്ളൊരു സ്നേഹം അവർ നിങ്ങൾക്ക് നൽകും എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളെ തേടി വരുന്ന ആ ഒരു സന്തോഷകരമായ കാര്യം. ഉറപ്പായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെ നമുക്ക് കാണാം. ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു വ്യക്തിയെ സ്നേഹിക്കാം, വിശ്വസിക്കാം, എല്ലാം ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത് കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് നോക്കാം. ഇതാണിപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കുറച്ച് ക്ലൂസ് നമുക്ക് നോക്കാം. Clues related to this reading, okay? Clues related to this reading, okay? Okay. ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് 1988 എന്ന് പറയുന്നൊരു വർഷമാണ്. മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. ഒത്തിരി മ്യൂസിക്, പാട്ട് പാടാനൊക്കെ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാട്ട് പാടിയൊക്കെ കൊടുത്തിട്ടുള്ളവരൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. 1982 എന്ന് പറയുന്നൊരു വർഷം ഇവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 55 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. 2002 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. ലോങ് ഹെയർ, നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം. ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ജെ കിട്ടുന്നു. അതുപോലെ തന്നെ ആക്ടിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഹോണസ്റ്റ്, വളരെ സത്യസന്ധയായ അല്ലെങ്കിൽ സത്യസന്ധനായ ഒരു വ്യക്തിയാകാൻ ചാൻസ് ഉണ്ട്. ട്രൂ ലവ്, ഇത് ഒരു സത്യസന്ധമായ ഒരു സ്നേഹമാണ്. മാർച്ച് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജൂലൈ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വീഡിയോ ഗെയിം ഒക്കെ കളിക്കാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള ആളുകളാകാൻ. നമ്പർ 33 നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ നമ്പർ 29 കിട്ടുന്നുണ്ട്. നമ്പർ 24 കിട്ടുന്നുണ്ട്. റെയിൻബോ സൈൻസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാക്കാം. ഇതൊക്കെ ഒരു ലൈഫിലെ മാറ്റത്തിന്റെ ഒരു സയൻസ് ആയിട്ട് നിങ്ങൾ കാണണം. 1992 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വിത്തിൻ 72 hours നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. ടോക്കറ്റീവ്, വളരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത്. ലെറ്റർ വി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏപ്രിൽ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മോർ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിലെ കവിളിൽ മറുകളുള്ള വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മെസ്സി ഹെയർ സ്റ്റൈൽ ഉള്ള വ്യക്തികളാകാം. സെക്കൻഡ് സ്റ്റഡി ഉണ്ടാകാം, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ.
ഗവൺമെൻറ് സർവീസിൽ ഉള്ള വ്യക്തികളാകാം, അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിന് വേണ്ടിയിട്ട് എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളുമാകാം. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നു. ഡിസംബർ മന്ത് കിട്ടുന്നുണ്ട്. നമ്പർ 28 കിട്ടുന്നുണ്ട്. വൈറ്റ് കളർ, ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ വൈറ്റ് ഫെതേഴ്സ് ഒക്കെ കാണുന്നുണ്ടാകാം. ഈഗോസ്റ്റിക് ആയിട്ടുള്ള ആളായിരിക്കാം. 1982 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുന്നു. നമ്പർ 56 ഇവിടെ കിട്ടുന്നുണ്ട്. 1999 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ക്രൈസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് വളരെ ക്രൈസ് ഉള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. കൈൻഡ്നെസ്, നല്ല ദയുള്ള ഒരു വ്യക്തിയായിരിക്കാം. ലെറ്റർ ഐ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് വളരെയധികം പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ തോന്നുന്നുണ്ടാകാം. 1990 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 10 നമുക്കിവിടെ കിട്ടുന്നു. ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പെറ്റ് ലവർ, പെറ്റിനെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 7 ഡേയ്സ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 42, 1998 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1984 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ്, ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് പറയുന്നൊരു ക്ലൂ ആണ് കിട്ടുന്നത്. മോൾ ഓൺ റൈറ്റ് ഹാൻഡ്, റൈറ്റ് സൈഡിലെ കവിളിൽ മറുകുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ 1977 എന്ന് പറയുന്ന വർഷമാണ്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.